ഇങ്ങനെ ചെറുപയർ കറി ഉണ്ടാക്കാനായിട്ട് ചെറുപയർ നമ്മൾ ആദ്യമേ തന്നെ വേവിച്ച് വയ്ക്കുക, ഉപ്പിട്ടിട്ട് വേവിച്ച് വയ്ക്കുക. അതിനുശേഷം ഇത് താളിക്കാനായിട്ട് എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീ ചെറുതാക്കി വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു പിടി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, ഒരു 5-10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ബൗള് ഫുള്ളായിട്ട് ചുമന്നുള്ളി ഇട്ട് കൊടുക്കുക. അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ പച്ചമുളകും ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എരിവനുസരിച്ചിട്ട് എടുക്കുക. ഇതിൽ പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതൽ. അങ്ങനെ നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് തീ ചെറുതാക്കി തന്നെ വെച്ചാൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഉള്ളിയൊക്കെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. അരിഞ്ഞിടേണ്ട ആവശ്യമില്ല, മുഴുവൻ തന്നെ ഇട്ടാൽ മതി. അത് നന്നായിട്ട് വാടി വരുന്നപ്പോൾ നമ്മൾ 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിയിൽ പിടിക്കാണ്ട് നോക്കിക്കോളൂ കേട്ടോ. തീ ചെറുതാക്കി തന്നെ വെച്ചാൽ മതി. ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് ഈ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുന്ന വരെ വേവിക്കണം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് പിന്നെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തതാണ് കേട്ടോ. പിന്നെ വീണ്ടും നമ്മളത് നന്നായിട്ട് ഉടയുന്ന വരെ അടച്ചു വയ്ക്കുക. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ ആദ്യമേ തന്നെ വേഗം ഒറ്റ പ്രാവശ്യം അടച്ചു വയ്ക്കുമ്പോഴേക്കും വേഗം വെന്ത് കിട്ടും. അങ്ങനെ അത് നന്നായിട്ട് ഉടഞ്ഞു കഴിയുമ്പോൾ നമ്മളതിലേക്ക് വേവിച്ച് വെച്ച പയർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പയർ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. അപ്പോൾ ഒരു വിസിൽ മതി കേട്ടോ. ഒരു നെഗൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ പയർ വെന്ത് കിട്ടും. അങ്ങനെ അതും കൂടെ ചേർത്ത് തീ കുറച്ച് കൂട്ടി വയ്ക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. കുറച്ച് മല്ലിയിലയും കൂടെ വിതറി അടച്ചു വയ്ക്കുക. അപ്പോൾ തീ ചെറുതാക്കി വെച്ചാൽ മതി കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇനി ഈ ചാറൊന്ന് കുറുകണ വരെ നമുക്ക് എത്ര ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട്. ഇനി ചാറ് കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഉപ്പൊക്കെ ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 2 നുള്ള് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അതപ്പോൾ വയറിന് ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ തോന്നുന്നവർക്ക് കായം കൂടെ ചേർക്കുമ്പോൾ നല്ലതാണ് പയറിൽ. അങ്ങനെ നന്നായിട്ട് തിളച്ച് ചെറിയ തീയിൽ വെച്ച് തിളപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ വേഗം വറ്റിപ്പോവും. ഈ പയറിൽ മസാലയും ഉപ്പും മുളകൊന്നും ശരിക്കും പിടിക്കില്ല. അങ്ങനെ നമ്മുടെ ഈ പാകത്തിനെടുത്തു. ബാക്കിയുള്ള കുറച്ച് മല്ലിയിലയും കൂടെ വിതറിക്കൊടുത്തു. അപ്പോൾ ഇത് പുട്ടിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ പയർ കറിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.